ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് 10 വർഷത്തിലധികമായി എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ ഇന്ത്യയുടെ പോക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്കാണെന്ന് ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ്. മാടമ്പള്ളിയിലെ യക്ഷി യഥാർത്ഥത്തിൽ BJPയിലല്ല, മറിച്ച് അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലാണുള്ളത്. ഈ സംവിധാനത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും പ്രധാനമന്ത്രിയാവാൻ ഈസിയായി കഴിയും എന്നുള്ളതാണ് വാസ്തവം. ഇതൊരു തമാശയല്ല. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാവണമെങ്കിൽ ഈ ഭരണതന്ത്രത്തെ ആദ്യം സ്വാധീനിക്കുക, എന്നിട്ട് കുറച്ച് ആളുകളെ കൂട്ടി ഒരു പാർട്ടി ഉണ്ടാക്കുക, അതിനുശേഷം ഇലക്ഷൻ നടത്തുക. ഈ യന്ത്രം നിങ്ങളെ വിജയിപ്പിച്ച് പ്രധാനമന്ത്രിയാക്കി തരും. ഇനി അഥവാ ചിലവുകൾക്ക് പണമില്ലെങ്കിൽ ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ഭീമന്മാരെ കണ്ടെത്തി അവരെയും ഇതിൽ പാർട്ണർമാരാക്കുക എന്നുള്ളതാണ്. എങ്കിൽ സംഗതി നന്നായിട്ട് വർക്കൗട്ടാകും. ഭരണം കിട്ടിയാൽ മറ്റു പാർട്ടികളിൽ നിന്നും ആളുകളെ വില കൊടുത്തോ അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ നിങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കാനും കഴിയും. ഇനിയുള്ള കാലം ഇങ്ങനെ നേതാക്കന്മാരെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല പാർട്ടി BJP ആണെന്ന് വേണം പറയാൻ. കാരണം എങ്ങാനും ഭരണം കയ്യിൽ നിന്നും വീണ് പോയി കഴിഞ്ഞാൽ BJPയിൽ ഇപ്പോഴുള്ള ആയിരക്കണക്കിന് വമ്പന്മാരാവും കുടുങ്ങുക. അവർക്ക് കാശും അധികാരവും ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ഇവർ കണക്ക് പറയേണ്ടി വരും. ഇക്കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അധികാരമുള്ള മറ്റൊരു പാർട്ടിയിലേക്ക് ചാടാനാവും ഇവർ ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പാർട്ടിയിലേക്ക് ഈ BJPയിൽ നിന്ന് തന്നെ ആൾക്കാരെ എത്തിക്കാൻ വളരെയധികം എളുപ്പവുമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ മിടുക്കന്മാരെ സൃഷ്ടിച്ചതിന്റെ പേരിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പത്രക്കാരുടെയും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെയും മുന്നിലിരുന്ന് നീറുന്ന കാഴ്ച വളരെ ദാരുണമായി അനുഭവപ്പെടുമ്പോൾ ചിരിക്കണോ അതോ കരയണോ എന്നതാണ് ഇന്ത്യയിലെ ചിന്താശേഷിയുള്ള ആളുകളുടെ ഉള്ളിലെ ഒരു വികാരം എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഉത്തരവാദിത്തമില്ലാത്തതാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമാണ് ഈ ജ്ഞാനേഷ് കുമാറിന്റെ അഭിപ്രായം. വോട്ട് മോഷ്ടിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഒരു സത്യവാങ്മൂലം നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാവണമെന്നും അതല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ നൽകിയിട്ടായിരുന്നു ഇദ്ദേഹം ഇത് പറയുന്നതെങ്കിൽ അതിലൊരു വകതിരിവ് നമുക്ക് തോന്നിയനെ. മറിച്ച് അതൊന്നും കൊടുക്കാതെ തന്നെ നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല എന്ന് വെറുതെ പറഞ്ഞൊഴിയാനൊന്നും അദ്ദേഹത്തിന് കഴിയില്ല. അതുപോലെ തന്നെ ഈ വോട്ട് കണക്കുകൾ ചോദിച്ചപ്പോൾ രാജ്യത്തെ 90 കോടിയിലധികം വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെയും അപമാനിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം വേദനയോടെ പറയുന്നത്. ചെയ്ത വോട്ടുകൾ കൃത്യമായി കാണിക്കൂ എന്ന് പറയുന്നത് അത്ര അപമാനകരമായ കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തേങ്ങയുടെ കണക്ക് എവിടെ എന്ന് കണക്കപ്പിള്ളയോട് ചോദിക്കുമ്പോൾ ഇന്നാ പുല്ല് എന്ന് പറഞ്ഞ് കണക്കെടുത്ത് മേശപ്പുറത്തിട്ട് കൊടുക്കേണ്ടതിന് പകരം നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലത്തെ ഒരു ഉത്തരവുമാണിത്. ഇവരുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ യഥാർത്ഥമാണെങ്കിൽ പ്രതിപക്ഷത്തെയും രാഹുൽ ഗാന്ധിയൊക്കെ ചമ്മിക്കാനുള്ള ഒരു അവസരമാണ് ഈ മഹാൻ ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയേണ്ടതുണ്ട്. അതല്ലാതെ സെന്റി അടിച്ച് പറഞ്ഞിട്ടൊന്നും ഈ പ്രശ്നം ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. പിന്നെയുള്ള മറ്റൊന്ന്, വോട്ടർ പട്ടികയിൽ ഊരും പേരും ഒന്നുമില്ലാത്ത ABCD അല്ലെങ്കിൽ 000 ഇങ്ങനെയുള്ള സായിപ്പന്മാർ കയറി വന്നത് എങ്ങനെയാണെന്നും അദ്ദേഹം വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ സാധാരണമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. വടക്കേ ഇന്ത്യയിലൊക്കെ വീടുകൾക്ക് കൃത്യമായ നമ്പറുകൾ ഇല്ലാത്തത് കൊണ്ട് അവരെല്ലാം ഞങ്ങളിങ്ങനെ ഈ ABCD EFG അതല്ലെങ്കിൽ 000 ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലേക്ക് അത് അടിച്ച് അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവർ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സായിപ്പിന്റെ നാട്ടുകാരായി മാറും. കാരണം പേരില്ലല്ലോ, ഇന്ത്യൻ പേരുകളൊന്നും ചേർക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഇംഗ്ലീഷ് പേരുകൾ എടുത്തിട്ടാണ് അവർ പേര് ചേർക്കുന്നത്. അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ വോട്ട് ചെയ്യിക്കാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചേർക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇനി വോട്ടില്ല എന്ന് പറഞ്ഞ ഒറ്റയൊരുത്തൻ നിലവിളിക്കാൻ പാടില്ല. ഭൂമിയിൽ ജനിച്ചിട്ടില്ലെങ്കിൽ പോലും ഇദ്ദേഹം അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കും. തന്നെയുമല്ല, ഇങ്ങനെ കയറി വരുന്നവർക്ക് ഒരു 3-4 വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും അദ്ദേഹം സാധിച്ചു കൊടുക്കും. അവർക്ക് പലയിടങ്ങളിലായി വോട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 5-6 വോട്ട് ചെയ്ത ആൾക്കാർ ഒരുപാടുണ്ട്. ഇവരൊന്നും ഇന്ന് ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇതെല്ലാം ചോദിക്കുമ്പോഴാണ് ഇദ്ദേഹം സെന്റി അടിച്ച് ഇതിനെല്ലാം മറ്റൊരു തരത്തിലേക്ക് മാറ്റിമറിക്കാൻ ഈ മഹാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷണർ വെള്ളരിക്ക പട്ടണത്തിലെ ഇലക്ഷൻ കമ്മീഷണർ ആണോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതൊന്നുമില്ല. അതുപോലെ പുള്ളിയുടെ രാജ്യ സ്നേഹമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ ഭരണഘടനാപരമായ കടമകളിൽ നിന്നും പിന്നോട്ട് പോവില്ല
എല്ലാ പാർട്ടികളും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം വാദിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറുമ്പോൾ ഇതൊക്കെയാണോ ഇദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ കടമ എന്ന് നമ്മൾ സംശയിച്ചേക്കാം. അതാരും ചോദിക്കാൻ മെനക്കെടേണ്ട, അദ്ദേഹം ഉത്തരം തരില്ല, ചിലപ്പോൾ എഴുന്നേറ്റ് പോയി കളയും. എന്നാൽ ഇത്രയും നല്ലൊരു മനുഷ്യനെ ഇംപീച്ച് ചെയ്യണമെന്ന് പറയുന്ന പ്രതിപക്ഷം എത്ര ക്രൂരന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്കെതിരെ ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള പ്രതിപക്ഷ മുന്നണിയുടെ നീക്കം രാഷ്ട്രീയപരമായ ഒരു തന്ത്രമാണെന്നും അതിലൂടെ ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയില്ല എന്ന് ഈ ഇലക്ഷൻ കമ്മീഷണർ തന്നെ തുറന്ന് പറയുന്നതിലൂടെ ഇലക്ഷൻ കമ്മീഷനും ഭരണകക്ഷിയുമായിട്ടുള്ള ആഴത്തിലുള്ള ആത്മബന്ധം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ശരിക്കും നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഭരണകക്ഷിയെ കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് എതിരായി നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷനും ഈ ഭരണകൂടവും തമ്മിൽ ബന്ധമാണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രതിപക്ഷം വേറെയാണെന്നും വ്യക്തമാവുന്നതാണ്. പിന്നെയുള്ള മറ്റൊന്ന്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച്മെന്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ മേലുള്ള വിശ്വാസ്യതയുടെ ഒരു തുലാസാവുകയാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും ഇംപീച്ച്മെന്റ് അത്ര പെട്ടെന്ന് സാധ്യമാവില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന് നന്നായിട്ട് അറിയാം. ഇതിന് വളരെയധികം നടപടിക്രമങ്ങൾ ആവശ്യമാണ്. ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി ലോകസഭയിൽ 100 അതല്ലെങ്കിൽ രാജ്യസഭയിൽ 50 എംപിമാരുടെ ഒരു പിന്തുണയാണ് ആവശ്യം. ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചാൽ പോലും ഈ ലോകസഭയിൽ സ്പീക്കർക്കോ അതല്ലെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷനോ ഒക്കെ ഈ പരാതിയെ തള്ളാനോ അതല്ലെങ്കിൽ സ്വീകരിക്കാനോ ഒക്കെ കഴിയും. ഇനി അഥവാ നോട്ടീസ് സ്വീകരിച്ചാൽ ഈ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു 3-അംഗ സമിതിയെ അവർ വെക്കുന്നതാണ്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാം ചർച്ച ചെയ്ത് ഒരു പ്രത്യേക ഭൂരിപക്ഷത്തോടെ വേണമെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷണറെ നീക്കം ചെയ്യാൻ കഴിയും. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് പ്രതിപക്ഷത്തിന് നന്നായിട്ട് അറിയാം. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനും ചില തടസ്സങ്ങളുണ്ട്. നിലവിലെ പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനാൽ ഇനിയുള്ള സമ്മേളനത്തിൽ ഈ പ്രമേയം അവതരിപ്പിക്കാൻ സ്പീക്കർ അനുവദിക്കുക എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഇനി അഥവാ അനുമതി ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വീണ്ടും അത് നേട്ടമാവുകയും ചെയ്യും. കാരണം ഇത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാതെ ഭരണകൂടം ഇതിനെ നിഷേധിക്കുന്നു, ഇതിൽ കള്ളത്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിന് ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. ജനങ്ങൾക്കിടയിൽ ഇക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് കേന്ദ്രത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനും കഴിയും. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷണറെ ഇംപീച്ച്മെന്റ് ചെയ്യുക എന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ ഈ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ പ്രതിപക്ഷം എത്ര വലിയ തലകുത്തി മറിഞ്ഞാൽ പോലും ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഈ BJP ഗവൺമെന്റിനെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ വാദിക്കുന്ന ചില BJPക്കാരുണ്ടാവും, അല്ലെങ്കിൽ സംഘപരിവാറുകാരുണ്ടാവും. അവർ മനസ്സിലാക്കേണ്ടത് ജനകീയ പ്രക്ഷോഭത്തെ അതിജീവിക്കാൻ ലോകത്തെ ഒരു ഗവൺമെന്റിനും കഴിഞ്ഞിട്ടില്ല എന്ന് ലോക ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ ഭരണവും ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള ഭരണ യന്ത്രങ്ങളും കൂടുതൽ സുതാര്യമാവാത്തിടത്തോളം കാലം BJPയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.